അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ഹോളിഡേ ആയിട്ട് ഞങ്ങൾക്ക് 4 ദിവസം ഹോളിഡേ ഉണ്ട്, ശനി തിങ്കൾ ചൊവ്വ. അപ്പോൾ ഞങ്ങളുടെ ഹോളിഡേ ആയിട്ട് ദുബായിൽ ഒരു അമ്പലമുണ്ട്, അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴിയിൽ കാണാം. ഓക്കെ ഓക്കെ. ഞങ്ങൾ പോയിക്കൊണ്ട് ഞങ്ങൾ താമസിക്കാൻ്റെ പുറത്തിറങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ കിട്ടാം ദുബായ്. അവിടെ നിന്ന് ദുബായ് ബസ് എടുത്തിട്ട് നമ്മൾ ദുബായ് ബസ്സിൽ കയറിയിട്ട് നേരെ അതെവിടെ ബർദുബായിലാണ് അമ്പലം, ശ്രീകൃഷ്ണ അമ്പലം ഉണ്ട്. അതന്നെ ബർദുബായ് ബസ്സാണ്. നമ്മൾ ദുബായിൽ ചെന്നിട്ട് കയറാം. ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ജുബൈൽ ബസ് സ്റ്റാൻഡ്. ഷാർജയിലെ മെയിൻ ബസ് സ്റ്റാൻഡാണ്. നമ്മൾ ബസ് സ്റ്റേഷനിലാണ്. എവിടെ മൂവേലിയ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ബസ്സിൽ കയറിയിരിക്കുകയാണ്. 306 ദുബായ് ബസ്സാണത്. ഇതാണ് നമ്മുടെ റൂട്ട്. മഹിളബു സ്കൂളെത്തും പോണത് കഴിഞ്ഞ് ഹമ്രിയ പോയിട്ട് അങ്ങനെ ഈ സ്ക്രീനിൽ നമുക്ക് എല്ലാ റൂട്ടുകളും അപ്പം എത്തുന്നത് ഇങ്ങനെ എഴുതി കാണിക്കും. അത് നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാട്ടോ അങ്ങനെ എഴുതി കാണിക്കുന്നത്. കണ്ട അറബിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി കാണിക്കും. അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പൊക്കെ അറിയാൻ പറ്റും. പോയിക്കൊണ്ടിരിക്കാം. അമ്പലം അടയ്ക്കുമെന്നൊരു ഡൗട്ടുണ്ട്, അറിയില്ല. ഞാൻ അവിടെ ചെന്നാലും അറിയുള്ളൂ ബാക്കി കാര്യങ്ങൾ. നമ്മൾ തിരിക്കുകയാണ്. കൂടുതൽ ചെയ്യുന്ന നല്ല വെയിലാട്ടോ. ആ ശരി. ഇല്ല, ഉച്ചയ്ക്ക് വന്നവരുണ്ടാവും, അവരൊക്കെ പോയിട്ടുണ്ടാവും. വേണമെങ്കിൽ നമ്മളെങ്കിലും വരുന്നുണ്ടല്ലോ ചൂടത്ത്. അയ്യോ വെള്ളം നായിക്കിനി. നമ്മളിപ്പോൾ അമ്പലത്തിലെത്തിരിക്കുകയാണ്. ഇതുണ്ട് അമ്പലം. നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണല്ലേ.
ഇവിടെ ചുറ്റും കടകളും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് ആയിരിക്കും ഇവിടെ. എന്താ ശിവൻ്റെ അമ്പലം ഉണ്ട് ഇവിടെ തന്നെ ഇട്ട്. അത് പെർമനന്റ് ക്ലോസ് ആണ്. കുറച്ച് നാളായിട്ടില്ല ഇപ്പം. അത് അതായത് ഇവിടെയാണ് അമ്പലം. ഇനി 5 മണിക്കാണ് തുറക്കുക. 5 മണി വരെ നമ്മൾ കട്ട പോസ്റ്റ്. നമ്മളെ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അതാണ് പ്രശ്നമായത്. ഒരു 10 മിനിറ്റ് മുന്നേ എത്താൻ പറ്റിയതെങ്കിൽ കയറാൻ പറ്റിയത്. പക്ഷേ 10 മിനിറ്റ് മുന്നേ എത്താൻ പറ്റിയില്ല. സങ്കടത്തിൻ്റെ പേരിൽ ഫുഡ് അടിച്ചാലോ പോയി. ഫുഡ് അടിക്കാം. ഇത് ദാഹിക്കുന്നുണ്ട്. നല്ലതാ നടന്നു വന്നിട്ടേ. കൂളിംഗ് ഗ്ലാസും ഒരു തൊപ്പിയും കൂടി ആവശ്യമാണ്. കൂളിംഗ് ഗ്ലാസ് എടുത്താൽ രക്ഷപ്പെട്ടു. അമ്പലത്തിൻ്റെ പുറത്താണ് ഈ കാണുന്നത്. ഇങ്ങനെ ഒരു ബീച്ച് പോലെ ഭയങ്കര സെറ്റപ്പിൽ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ഒരുപാട് കടകളും സൂപ്പർ സെറ്റപ്പിൽ. നല്ല വെയിലാണ് കേട്ടാ. കണ്ട അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടാ. ബൗഗയും വില്ലയും ഒക്കെ നിൽക്കുന്നുണ്ട്. അടിപൊളി. ബോട്ട് റൈഡൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ വെയിൽ ആൾക്കാർ കൊണ്ടിട്ടാ സെറ്റപ്പ്. നമ്മളൊരു ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ചെറുതായിട്ടൊരു ബോട്ടിംഗ് ഉണ്ട് പുറത്താണ്. കാരണം ഇനിയും ടൈം എടുക്കണം. 5 മണിയാവും ഇനി അമ്പലം പറഞ്ഞു. ഇപ്പോൾ സമയം 12 1 മണിയാവണം. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ പുറത്ത് ടൈം പോയാൽ അത്ര നല്ലതല്ലേ. ബോട്ട് ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. 1 ദീർഘം 2 ദീർഘം പോയി വരാൻ 2 ദീർഘം. അപ്പം അപ്പതേ ഞങ്ങള് ബോട്ടിൽ വന്ന് അപ്പുറത്തെ ഏരിയയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അമ്പലം നേരെ ഓപ്പോസിറ്റ് കേട്ടാ. വേറൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നു. നല്ല രസമുണ്ട്. അടിപൊളി സ്ഥലം. ഇനി തിരിച്ച് വേറെ ഇതിൽ കയറി നമ്മൾ അപ്പുറത്തിറങ്ങും. അമ്പലത്തിൻ്റെ അവിടെ വേറെ അപ്പുറത്തിറങ്ങുന്നു. ബോട്ടിൽ കയറി സെറ്റപ്പ് അല്ലേ. ഞങ്ങൾ വെള്ളവും മേടിച്ചു. നല്ല ദാഹമുണ്ട്. ചൂടായിട്ട് വെള്ളവും മേടിച്ചു. പിന്നെ ഒരു ചിപ്സ് വെറുതെ കുറിച്ചടക്കാനേ. ഇവിടെ ഇങ്ങനെ അണ്ടർപാസ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളും കുറേ ബിൽഡിങ്ങുകളും കണ്ട. ബിൽഡിങ്ങുകൾ തന്നെ ഹൈലൈറ്റ് ഇട്ടാ. തണലത്ത് കുറേ പേര് ഇരിക്കുന്നുണ്ട്. ചൂടല്ലേ. ഈ അണ്ടർപാസ് വഴി നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് കിടക്കാം. അതിനാണ് അണ്ടർപാസ് സൗകര്യങ്ങൾ. ഇനി ഇവിടെ നിന്ന് വോട്ട് കയറിയിട്ട് വേണം അവിടേക്ക് തന്നെ പോകാം. കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടേക്ക് തന്നെ. അത് അപ്പുറത്തുനിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഒരാൾക്ക് 1 ദീർഘം വെച്ചിട്ട്. പുണ്യെ കല്യാണത്തൊക്കെ പോയി. സെറ്റപ്പല്ലേ. സൂപ്പർ സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല രസം. ഇത് ഭംഗിയുണ്ട്. അയ്യോ. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാൻ. എന്നാ ബിസ്ക്കറ്റ് 10,000 പറഞ്ഞാലേ കേക്കുള്ളൂ. അല്ലെങ്കിൽ ബിസ്മിൻ്റെ ആയിരം കേക്കില്ല. കിടന്ന് കരയണം ബിസ്മിൻ്റെ ആയിരം കേൾക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിരിക്കുകയാണ് അമ്പലത്തിൽ നിന്ന്.
രാവിലെ വന്ന് ഞങ്ങൾ ഇപ്പോഴായി തൊഴുതിറങ്ങുമ്പോൾ തൊഴുതിറങ്ങി പ്രസാദം കിട്ടി. പ്രസാദം കാണിച്ച് തുറന്നു അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടി. അത് തിന്നതേ ഞങ്ങൾ നടക്കണം. ഇനി ബസ് കയറാൻ പോകണം. ബസ് പിടിച്ചിട്ട് ഇതിനിട്ട് അമ്പലം അല്ലേ തുറന്നെല്ലാവരും കയറുന്നു. മേലെക്കൂടെ എൻട്രി, താഴെ കൂടെ എക്സിറ്റ്. ഇനിതേ ഞങ്ങൾ നടന്ന് ഇനിതേ ബസ് കയറാൻ പോണു. ബസ് കിട്ടുമെന്നൊക്കെ നോക്കിയിട്ട് ഇനി തിരിച്ച് ഷാർജയ്ക്ക്. കുറേ നേരം അങ്ങനെ ഇരുന്ന് ഇവിടെയൊക്കെ കറങ്ങി നടന്ന് കയറി തൊഴാൻ പറ്റി, കൃഷ്ണനെ കാണാൻ പറ്റി. നമ്മൾ പോവാണ്. അമ്പലത്തിൽ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം അവിടെ വീഡിയോസും പിന്നെ ക്യാമറ ഫോട്ടോ ഒക്കെ അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അത് പറ്റില്ല നമുക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല ക്ഷീണമുണ്ട് കേട്ടോ. അത് വെയിലിൻ്റെയാണ് മുഖത്ത് 2 പേരുടെ ക്ഷീണമാണ്. നല്ല വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ പോയതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അതിനിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ ബൈ ബൈ.